രണ്ട് ദിനവൃത്താന്തം 3-ാം അധ്യായം. അനന്തരം ശലോമോൻ യെരൂശലേമിൽ തൻ്റെ അപ്പനായ ദാവീദിന് യഹോവ പ്രത്യക്ഷനായ മോരിയ പർവ്വതത്തിൽ യെബൂസ്യനായ ഒർന്നാന്റെ കളത്തിങ്കൽ ദാവീദ് വട്ടം കൂട്ടിയിരുന്ന സ്ഥലത്ത് യഹോവയുടെ ആലയം പണിവാൻ തുടങ്ങി. തൻ്റെ വാഴ്ചയുടെ 4-ാം ആണ്ടിൽ 2-ാം മാസം 2-ാം തീയതിയായിരുന്നു അവൻ പണി തുടങ്ങിയത്. ദേവാലയം പണിയേണ്ടതിന് ശലോമോൻ ഇട്ട അടിസ്ഥാനത്തിൻ്റെ പരിമാണമോ, മുമ്പിലത്തെ അളവിൻ പ്രകാരം അതിൻ്റെ നീളം 60 മുഴം, വീതി 20 മുഴം. മുൻഭാഗത്തുള്ള മണ്ഡപത്തിന് ആലയത്തിൻ്റെ വീതിക്കൊത്തവണ്ണം 20 മുഴം നീളവും 120 മുഴം ഉയരവും ഉണ്ടായിരുന്നു. അതിൻ്റെ അകം അവൻ തങ്കം കൊണ്ട് പൊതിഞ്ഞു. വലിയ ആലയത്തിന് അവൻ സരളമരം കൊണ്ട് മച്ചിട്ടു, അതിനെ തങ്കം കൊണ്ട് പൊതിഞ്ഞു. അതിന്മേൽ ഈന്തപ്പനയും ലതയും കൊത്തിച്ചു. അവൻ ഭംഗിയായി ആലയത്തെ രത്നം കൊണ്ട് അലങ്കരിച്ചു. പൊന്നോ പർവ്വയും പൊന്നായിരുന്നു. അവൻ ആലയവും തുലാങ്ങളും കാലുകളും ചുവരുകളും കതകുകളും പൊന്നുകൊണ്ട് പൊതിഞ്ഞു. ചുമരിന്മേൽ കെരൂബുകളെയും കൊത്തിച്ചു. അവൻ അതിവിശുദ്ധ മന്ദിരവും ഉണ്ടാക്കി. അതിൻ്റെ നീളം ആലയത്തിൻ്റെ വീതിക്കൊത്തവണ്ണം 20 മുഴവും വീതി 20 മുഴവുമായിരുന്നു. അവൻ 600 താലന്ത് തങ്കം കൊണ്ട് അത് പൊതിഞ്ഞു. ആണികളുടെ തൂക്കം 50 ഷെക്കൽ പൊന്നായിരുന്നു. മാളിക മുറികളും അവൻ പൊന്നുകൊണ്ട് പൊതിഞ്ഞു. അതിവിശുദ്ധ മന്ദിരത്തിൽ അവൻ കൊത്തുപണിയായ 2 കെരൂബുകളെ ഉണ്ടാക്കി പൊന്നുകൊണ്ട് പൊതിഞ്ഞു. കെരൂബുകളെ ചിറകുകളുടെ നീളം 20 മുഴം. ഒന്നിൻ്റെ ഒരു ചിറക് ആലയത്തിൻ്റെ ചുവരോട് തൊടുന്നതായി 5 മുഴവും മറ്റേ ചിറക് മറ്റേ കെരൂബിൻ്റെ ചിറകോട് തൊടുന്നതായി 5 മുഴവുമായിരുന്നു. മറ്റേ കെരൂബിൻ്റെ ഒരു ചിറക് ആലയത്തിൻ്റെ ചുവരോട് തൊടുന്നതായി 5 മുഴവും മറ്റേ ചിറക് മറ്റേ കെരൂബിൻ്റെ ചിറകോട് തൊടുന്നതായി 5 മുഴവുമായിരുന്നു. ഈ കെരൂബുകളുടെ ചിറകുകൾ 20 മുഴം നീളത്തിൽ വിടർന്നിരുന്നു. അവ കാലൂന്നിയും മുഖം അകത്തോട്ട് തിരിഞ്ഞും നിന്നിരുന്നു. അവൻ നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, ചണനൂൽ എന്നിവ കൊണ്ട് തിരശ്ശീലയുണ്ടാക്കി അതിന്മേൽ കെരൂബുകളെയും നെയ്തുണ്ടാക്കി. അവൻ ആലയത്തിന് മുമ്പിൽ 35 മുഴം ഉയരമുള്ള 2 സ്തംഭമുണ്ടാക്കി. അവയുടെ തലയ്ക്കുള്ള പോതികയ്ക്ക് 5 മുഴം ഉയരമുണ്ടായിരുന്നു. അന്തർമന്ദിരത്തിലുള്ള പോലെ മാലകളെ അവൻ ഉണ്ടാക്കി സ്തംഭങ്ങളുടെ തലയ്ക്കൽ വെച്ചു. 100 മാതളപ്പഴവും ഉണ്ടാക്കി മാലകളിൽ കോർത്തിട്ടു. അവൻ സ്തംഭങ്ങളെ മന്ദിരത്തിന് മുമ്പിൽ ഒന്ന് വലത്തും മറ്റേത് ഇടത്തും നിർത്തി. വലത്തേതിന് യാഖീൻ എന്നും ഇടത്തേതിന് ബോവസ് എന്നും പേർ വിളിച്ചു.